my dear students, welcome to ASAP. നമ്മൾ ഇന്ന് നോക്കുന്നത് ലാസ്റ്റ് ഇയറിൽ RRB NTPCയിൽ HCF ആൻഡ് LCM എന്ന് പറയുന്ന സെക്ഷനിൽ ചോദിച്ചേക്കുന്ന ഒരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്ക്. 2 positive numbers differ by 2858. When the greater number is divided by the smaller number, the quotient is 5 and the remainder is 178. What is the HCF of the greater of the two given numbers and 3828? നമ്മളോട് പറഞ്ഞേക്കുന്ന കാര്യം രണ്ട് പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2858 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ, ആദ്യത്തെ ഡാറ്റ ഇതാണ്. അപ്പോൾ ഞാൻ രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് ഞാൻ എക്സും വൈയും എടുക്കുകയാണ്. എക്സും വൈയും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഡാറ്റ എന്ത് എഴുതാം? എക്സ് മൈനസ് വൈ എന്ന് വെച്ചാൽ 2858 ആണെന്ന് പറയാം. ഓക്കെ അല്ലേ? ഇനി പറയുന്നത് നോക്ക്. When the greater number is divided by the smaller number. When the greater number is divided by the smaller number, quotient എന്ന് പറയുന്നത് 5ഉം റിമൈൻഡർ എന്ന് പറയുന്നത് 178 ആണ്. ഓക്കെ അല്ലേ? എടാ ഇവിടെ വലിയ നമ്പർ ഏതാ? എക്സ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സിനെ വൈ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാണ്. അങ്ങനെയെങ്കിൽ quotient എന്ന് പറയുന്നത് 5ഉം റിമൈൻഡർ എന്ന് പറയുന്നത് 178 ആണ്. ഇതാണ് തന്നിട്ടുള്ളത്. ഇതിന് പറയുന്ന പേരാണ് ഡിവിഡൻഡ്. ഇതാണ് ഡിവൈസർ, ഇത് quotient, ഇത് റിമൈൻഡർ. അങ്ങനെയെങ്കിൽ ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു quotient പ്ലസ് റിമൈൻഡർ. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. പിന്നെ മാറ്റി എഴുതുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു എന്ത് എഴുതാം? എക്സ് ഈക്വൽ ടു 5y പ്ലസ് 178 എഴുതിക്കൂടെ? കാരണം ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു quotient പ്ലസ് റിമൈൻഡർ. ഇനി നോക്കടാ, ഇവിടെ എക്സ് മൈനസ് വൈ ആണ് 2858. അങ്ങനെ ഈ ഒരു എക്സിൻ്റെ വാല്യൂ ഇത് കൊടുത്തൂടെ? എക്സ് ഈക്വൽ ടു 5y പ്ലസ് 178 എന്ന് കൊടുക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 5y പ്ലസ് 178 മൈനസ് വൈയുടെ വാല്യൂ ആണ് 2858. ഓക്കെ ആണോ? ഇനി നമുക്ക് പറഞ്ഞേക്കുന്നത് 5y മൈനസ് വൈ എന്ത് വരും? 4y ഈക്വൽ ടു ഇതിനെ ഇപ്പുറത്ത് കൊണ്ടുപോകും. ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ കുറയ്ക്കുക, 178 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 4y ഈക്വൽ ടു 0. ഇവിടെ എത്ര വരും? 15 7 കുറച്ചാൽ 8, ഇവിടെ 7 6, ഇവിടെ എത്ര വരും? 2. 4y ഈക്വൽ ടു 2680. 4y ഈക്വൽ ടു 2680. അങ്ങനെയെങ്കിൽ y ഈക്വൽ ടു എന്തെഴുതാം? 2680 ഡിവൈഡഡ് ബൈ 4. 4 വെച്ചിട്ട് കട്ട് ചെയ്യാണ്. ഇവിടെ എത്ര 4 ഉണ്ട്? ഇവിടെ ഒരെണ്ണം. ഇവിടെ എത്ര ഉണ്ടാവും? 6 4 24, ബാക്കി 28 7. അപ്പോൾ എത്ര വരും? 670. അപ്പം ഒരു വാല്യൂയുടെ അല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിൽ ഒരു നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 670 ആണ്. ഇനി നമുക്ക് എന്ത് കിട്ടണം? അടുത്ത നമ്പർ എക്സിൻ്റെ വാല്യൂ കിട്ടണം. എക്സിൻ്റെ വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏതിനകത്ത് കൊടുക്കാം? ഇതിനകത്ത് കൊടുക്കാം. ഇനി കുറച്ചുകൂടെ നല്ലത് ഒന്നാമത്തതിനകത്ത് കൊടുക്കുക. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2858 അതിനകത്ത് കൊടുക്കാം. നമുക്കറിയാം എക്സ് മൈനസ് വൈ എന്ന് വെച്ചാൽ എന്താണ്? 2858. അങ്ങനെയെങ്കിൽ എക്സ് ഈക്വൽ ടു 2858 പ്ലസ് 670. ആൻസർ എത്ര വരും? ഇവിടെ 12 15 3528. നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട്. രണ്ട് നമ്പേഴ്സ്, ഒരെണ്ണം എക്സ് ആണ്, ഒരെണ്ണം വൈ ആണ്. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ക്വസ്റ്റിനകത്ത് ലാസ്റ്റ് പോർഷൻ എന്താ കൊടുത്തേക്കുന്നത് നോക്ക്. വാട്ട് ഈസ് ദ HCF ഓഫ് ദ വാട്ട് ഈസ് ദ HCF ഓഫ് ദ ഗ്രേറ്റർ ഓഫ് ദ ടു ഗിവൺ നമ്പേഴ്സ് ആൻഡ് 3828. രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിൽ ഏറ്റവും വലിയ നമ്പറും അതുപോലെ തന്നെ 3828 തമ്മിലുള്ള HCF എത്രയാണ്? അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിൽ വലിയ നമ്പർ ഏതാ? ഇതാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് HCF ഓഫ് 3528. അടുത്ത നമ്പർ ഇവിടെ പറയുന്നുണ്ട്, ഏതാണ്? 3828. ഓക്കെ അല്ലേ? ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCF എത്രയെന്നാണ് ചോദ്യം. ഒന്നേ നിങ്ങൾക്ക് ഓപ്ഷൻ വഴി പോവാം. ഓപ്ഷൻ വഴി പോകുമ്പം ഏതൊക്കെയാണ്? ജസ്റ്റ് ആദ്യം ഏറ്റവും വലിയ നമ്പർ ഏതാ വരിക? 17 ആണ്. 17 മൾട്ടിപ്പിൾ ആണോ നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 13 നോക്കുക, പിന്നെ 12 നോക്കുക, പിന്നെ 11 നോക്കുക. അങ്ങനെ ഒന്നെങ്കിൽ ഓപ്ഷൻ വഴി പോവാം. ഇപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഓപ്ഷൻ വഴിയല്ല പോകുന്നത്. നമുക്ക് എന്താ ഡിഫറൻസ് മെത്തേഡ് വഴി HCF ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് രണ്ട് വലിയ നമ്പേഴ്സ് തമ്മിലുള്ള HCF കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ഇവ തമ്മിലുള്ള ഡിഫറൻസ് നോക്ക്. 8 - 8 0 വരും, 2 - 2 0 വരും. പിന്നെ
എത്ര വരുന്നുണ്ട്? ഇങ്ങോട്ട് എത്ര വരും? 8 - 5 3. അപ്പം ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 300 വരുന്നത്. എത്ര വരുന്നത്? 300. ഒന്നെങ്കിൽ നമ്മൾ ഓപ്ഷനകത്ത് 300 ഉണ്ടാവും നോക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ്. നമുക്ക് 300 എങ്ങനെയൊക്കെ എഴുതാം? ഇതിൻ്റെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എങ്ങനെ എഴുതാം? 3 × 100 എന്ന് എഴുതാം. എങ്ങനെ എഴുതാം? 3 × 100. 100 എന്ത് എഴുതാം? 25 × 4 എന്ന് എഴുതാം. അതായത് 5² × 4 എന്ന് എഴുതാം. നോക്ക്, ഇതിനകത്ത് ഏതെങ്കിലും ഫാക്ടേഴ്സ് ആണോ നോക്കാം. ഓപ്ഷനകത്ത് നോക്ക്, ഒരെണ്ണം 17 ആണ്. 17 ഒരിക്കലും ഇവിടെ വരുന്നില്ലല്ലോ. അപ്പോൾ എന്താവില്ല? 17 എന്ന് പറയുന്നത് നമ്മുടെ ആൻസർ അല്ല. ഇനി അടുത്ത് 13. എടാ, ഇവിടെ 13ന്റെ മൾട്ടിപ്പിൾ ഉണ്ടോ നോക്ക്. ഇവിടെ 13ന്റെ എന്തെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഏതും വരില്ല, 13ഉം വരില്ല. പിന്നെ ഏതാണ് വരുന്നത്? 12. കാരണം ഹയസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 13 കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ നമ്പർ അതേതാ വരുന്നത്? 12 ആണ്. നോക്ക്, 3 × 4. 3 × 4 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? 12 ആണ്. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 12 ആണ് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ HCF. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആണിത്, കുറച്ച് അത്യാവശ്യം ചെയ്യാനുണ്ട്. അപ്പോൾ ഒരു മിനിറ്റൊക്കെ എന്താണെങ്കിലും എടുക്കേണ്ടി വരും ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ്? ആദ്യം ഈ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയെന്ന് കണ്ടുപിടിച്ചു, അതിൽ വലുത് ഏതാണെന്ന് കണ്ടെത്തി. പിന്നെ നമ്മളോട് പറഞ്ഞു അത് രണ്ട് നമ്പേഴ്സിൻ്റെ വലിയ നമ്പറും 3828 ഈ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള HCF. അത് നമ്മൾ ഡിഫറൻസ് മെത്തേഡിലാണ് കണ്ടേക്കുന്നത്. നമ്മൾ ഡിഫറൻസ് എടുത്തപ്പം നമുക്ക് എത്ര കിട്ടി? 300 കിട്ടി. ഈ 300 അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്താവും? HCF ആയിട്ട് വരും. അപ്പോൾ 300ന്റെ ഫാക്ടേഴ്സ് ആക്കിയിട്ട് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3 × 5² × 4 എന്നാണ്. അതല്ലാതെ സാധാരണ മെത്തേഡിലൂടെ പോയിട്ട് നിങ്ങൾ HCF കണ്ടുപിടിക്കാൻ നിൽക്കരുത്, അവിടെ കുറേ സമയം പോകും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? 3 × 4 12 എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അതല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷൻസാണ്, നിങ്ങൾക്ക് ഓപ്ഷൻ വഴി അങ്ങോട്ട് പോവാം. ഓപ്ഷനകത്ത് ഏറ്റവും വലിയ നമ്പർ 17 എടുക്കാം. 17 ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. രണ്ടും ഡിവിസിബിൾ ആവണം 17 വെച്ചിട്ട്. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത നമ്പർ ഏതേനു? 13 നോക്കുക. 13 നോക്കിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഏറ്റവും വലുത്. പക്ഷേ നമുക്ക് അതെപ്പോഴും അത് ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമ്മുടെ ആൻസർ അല്ല. ഇപ്പോൾ 17 എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആൻസർ അല്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ 17 നോക്കുക, അത് കിട്ടിയില്ല, പിന്നെ നിങ്ങൾ അടുത്ത വലിയ നമ്പർ നോക്കണം. അങ്ങനെ നോക്കിയിട്ട് പോകും. അപ്പോൾ കുറച്ചുകൂടെ അവിടെ ടൈം അവിടെ പോകുന്നതാണ്. അപ്പോൾ അതിലേക്കാൾ നല്ലതാണ് എന്ത്? ഇവിടെ നമുക്ക് ഡിഫറൻസ് മെത്തേഡിൽ HCF കാണാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ ഒരു വേറെ ക്വസ്റ്റ്യനാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഒന്ന് നോക്കാം. 2024 NTPCക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കിയേ. 2 പോസിറ്റീവ് നമ്പേഴ്സ് ഡിഫർ ബൈ 2880. രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 2880 ആണ്. വെൻ ദ ഗ്രേറ്റർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ ദ സ്മോളർ നമ്പർ ദ കോഷ്യൻ്റ് ഈസ് 6 ആൻഡ് ദ റിമൈൻഡർ ഈസ് 120. കോഷ്യൻ്റ് എത്രയായിട്ടാണ് വന്നിട്ടുള്ളത്? 6 ആണ്. റിമൈൻഡർ എന്ന് പറയുന്നത് 120 ആണ്. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് വാട്ട് ഈസ് ദ HCF ഓഫ് ദ ഗ്രേറ്റർ ഓഫ് ദ 2 ഗിവൺ നമ്പേഴ്സ് ആൻഡ് 3916. നേരത്തെ ചെയ്തേക്കുന്ന അതേ സ്റ്റെപ്സ് തന്നെയാണ് എഴുതുന്നത്. രണ്ട് നമ്പേഴ്സ് 2880 ആണ് അവ തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് എഴുതും? x മൈനസ് വൈ എന്ന് പറയുന്നത് 2880 ആണ്. ഇനി അടുത്തത് വലിയ നമ്പറിനെ ചെറിയ നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ വലിയ നമ്പർ ഏതാണ്? x ആണ്. ചെറിയ നമ്പർ y ആണ്. അങ്ങനെയെങ്കിൽ കോഷ്യൻ്റ് 6 ആണ്. പിന്നെ എന്താണ് പറഞ്ഞേക്കുന്നത്? റിമൈൻഡർ എന്ന് പറയുന്നത് 120 ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എക്സിനെ പറയുന്ന പേരെന്താ? ഡിവിഡൻഡ്. ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യൻ്റ് പ്ലസ് റിമൈൻഡർ. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു എന്ത് എഴുതാം? x ഈക്വൽ ടു 6y പ്ലസ് 120. ഇവിടെ എക്സിന് ഇത് കൊടുത്തൂടെ? അപ്പോൾ എന്ത് കിട്ടും? 6y പ്ലസ് 120 മൈനസ് y ഈക്വൽ ടു 2880. 6y മൈനസ് y എന്ന് പറയുമ്പോൾ 5y അല്ലേ? 5y ഈക്വൽ ടു 120 അങ്ങ് കുറക്കുമ്പോൾ കിട്ടുന്ന എത്രയാ? 672 2760. 5y ഈക്വൽ ടു 2760. അങ്ങനെയെങ്കിൽ വൈയുടെ വാല്യൂ എത്രയാ? 2760 ഡിവൈഡഡ് ബൈ 5. 5 വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. ഇവിടെ 5, ഇവിടെ എത്ര വരും? 5, 26ൽ 5, പിന്നെ എത്ര വരും? 10ൽ 2. നമുക്ക് വൈയുടെ വാല്യൂ 552 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് എക്സ് കണ്ടുപിടിക്കണം. നമുക്കറിയാം x മൈനസ് വൈ ഈക്വൽ ടു 2880. x മൈനസ് വൈ ഈക്വൽ ടു 2880. വൈയുടെ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ x ഈക്വൽ ടു എത്ര വരും? 552 അങ്ങ് ആഡ് ചെയ്യുക.
2 ഇവിടെ എത്ര വരും 13 13 1 14 പിന്നെ എത്ര 3432 നോക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട് ഒരു നമ്പർ 552 ഒരു നമ്പർ 3432 ഈ രണ്ട് നമ്പേഴ്സിൽ വലിയ നമ്പർ ഏതാ 3432 ഈ നമ്പറും പിന്നെ നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ് ഇതാ 3916 തമ്മിലുള്ള HCF എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് HCF ഓഫ് 3916 അതുപോലെ തന്നെ 3432. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ഓപ്ഷൻ വഴി പോയി നോക്കാം. ഓപ്ഷൻസ് നോക്ക് 45 ഞാനൊന്ന് മാറ്റി എഴുതുന്നേ 45 അടുത്തത് 44 42 44 42 48 നേരത്തെ നമ്മൾ ഡിഫറൻസ് മെത്തേഡിൽ പോയി ഇനി ഇവിടെ നമുക്ക് ഓപ്ഷൻ വഴി ഒന്ന് പോവാം നോക്കടാ ഇവിടെ 3916 32 ഇത് രണ്ടും എന്തിൻ്റെ മൾട്ടിപ്പിളാ 4 ആയിട്ട് ഡിവിസിബിൾ ആണ് 4ൻ്റെ മൾട്ടിപ്പിൾ ആണ് ലാസ്റ്റ് 4ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുക ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുന്നത് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4 ആണ് അപ്പോൾ ഇവിടെ 16 വരുന്നുണ്ട് അപ്പുറത്ത് 32 വരുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ HCF എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിളാണ് 4ൻ്റെ മൾട്ടിപ്പിൾ ഓക്കെ ഇവിടെ 45 4ൻ്റെ മൾട്ടിപ്പിൾ അല്ല ആണോ അല്ല ഇനി അടുത്തത് 42 എന്ന് പറയുന്നത് 4ൻ്റെ മൾട്ടിപ്പിൾ ആണോ അല്ല അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് എന്ത് ചെയ്യുക എലിമിനേറ്റ് ചെയ്ത് കളയാം പിന്നെ അടുത്ത് വരുന്നത് നോക്ക് 44 ആണ് അടുത്ത് 48 ഈ രണ്ടിനാണ് ചാൻസ് ഉള്ളത് 44 എന്ന് പറയുമ്പോൾ 4 × 11 ആണ് അല്ലേ അപ്പോൾ ഇത് 4 കൊണ്ടും പിന്നെ എന്താണ് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് അപ്പോൾ നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം 11 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ നമുക്ക് ഏതാ വരിക 44 ആണ് ആൻസർ വരിക ഇനി അതല്ല 11 കൊണ്ട് ഡിവിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് വരും നമുക്ക് 48 കാരണം രണ്ട് ഓപ്ഷൻ അല്ലേ ഉള്ളൂ നോക്കടാ 11ൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ 1331 ഇത് 11 ആയിട്ട് ഡിവിസിബിൾ ആണ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക ആൾട്ടർനേറ്റ് നമ്പറിൻ്റെ സമ്മിൻ്റെ ഡിഫറൻസ് നോക്ക് 1 + 3 4 4 - 4 എടുത്താൽ ഒന്നുകിൽ 0 അല്ലെങ്കിൽ എ മൾട്ടിപ്പിൾ ഓഫ് 11 കിട്ടണം ഇവിടെ നോക്ക് 3 + 1 4 9 + 6 15 15 - 4 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത് 11 അതിനർത്ഥം എന്താണ് ഇത് 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് അതേപോലെ ഇവിടെ 3 + 3 6 4 + 2 6 അപ്പോൾ 6 - 6 എത്ര വരും ഇവിടെ 0 അപ്പോൾ എത്രയാണ് വരുന്നത് ഇതും എന്തിൻ്റെ മൾട്ടിപ്പിളാ 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് 11ൻ്റെ ഡിവിസിബിലിറ്റി എങ്ങനെയാണ് ഒന്നുകിൽ ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആൾട്ടർനേറ്റ് നമ്പറിൻ്റെ സമ്മിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആവണം അല്ലെങ്കിൽ എ മൾട്ടിപ്പിൾ ഓഫ് 11 ആവണം ഇവിടെ രണ്ടിലും സാറ്റിസ്ഫൈഡ് ചെയ്യുന്നത് അപ്പം നമ്മുടെ ആൻസർ എത്രയാണ് വരിക 44 ആണ് വരിക എത്രയാണ് വരിക 44 ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള HCF ആൻഡ് LCM എന്ന് പറയുന്ന സെക്ഷനിലെ ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് വീഡിയോ പിന്നെ ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്